Today we will discuss about the derivation of parametrically defined functions. Let x equal to f of t and y equal to g of t, then dy by dx equal to dy by dt divided by dx by dt, or dy by dt into dt by dx, where dx by dt not equal to 0. അതായത് ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക്കലി ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ, അതാണ് എഫ് ഓഫ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടിയിലുള്ള ഒരു ഫംഗ്ഷൻ എക്സ്, അതുപോലെ വൈ എന്ന് പറയുന്ന ജി ഓഫ് ടി, അതും ഒരു ടിയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. അതായത് അതിനെന്ത് ചെയ്യുന്നു, ടിയിൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണുന്നു. ഇതാണ് പാരാമെട്രിക്കലി ഡിഫൈൻ ഫംഗ്ഷൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുതെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ഡി എക്സ് ബൈ ഡി ടി എന്താവാൻ പാടില്ല, ഈക്വൽ ടു 0 ആവാൻ പാടില്ല. അപ്പം ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് വെൻ എക്സ് ഈക്വൽ ടു 2 കോസ് ടി മൈനസ് കോസ് 2t ആൻഡ് വൈ ഈക്വൽ ടു 2 സൈൻ ടി മൈനസ് സൈൻ 2t. അപ്പം ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പം എന്ത് ചെയ്യുക, ആദ്യം ഡി വൈ ബൈ ഡി ടി കാണുന്നു. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വൈനെ ടിയിൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. അപ്പം ഡി ബൈ ഡി ടി ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് 2 സൈൻ ടി മൈനസ് സൈൻ 2t ആണ്. അതവിടെ കൊടുത്തു, 2 സൈൻ ടി മൈനസ് സൈൻ 2t. ദെൻ എന്ത് ചെയ്യുക, 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ടീൻ്റെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻസിയേഷൻ കോസ് ടി. അതുപോലെ സൈൻ 2tൻ്റെ ഡിഫറൻസിയേഷൻ, സൈൻ 2t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിഫറൻസിയേഷൻ കോസ് 2t ഇൻറ്റു എന്ത് വരും, ഈ 2tൻ്റെ ഡിഫറൻസിയേഷനും കൂടെ, അതാണ് 2 ഉള്ളത്. അപ്പം 2 കോസ് ടി മൈനസ് 2 കോസ് 2t എന്ന് കിട്ടി. ദെൻ ഡി എക്സ് ബൈ ഡി ടി കാണുന്നു. അപ്പം ഡി ബൈ ഡി ടി ഓഫ് എക്സിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2 കോസ് ടി മൈനസ് കോസ് 2t ആണ്. അപ്പോൾ ഇതെന്താ, 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. കോസ് ടീൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ്. അതുപോലെ കോസ് 2tൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മൈനസ് സൈൻ 2t ഇൻറ്റു 2tൻ്റെ ഡിഫറൻസിയേഷൻ, അതായത് 2. അപ്പം മൈനസ് 2 സൈൻ 2t എന്ന് വരുന്നു. അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ ടി മൈനസ് 2 സൈൻ 2t എന്ന് കിട്ടുന്നു. ദെർഫോർ നമുക്ക് കാണേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് 2 കോസ് ടി മൈനസ് 2 കോസ് 2t ആണ്. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് മൈനസ് 2 സൈൻ ടി മൈനസ് 2 സൈൻ 2t ആണ്. അതവിടെ കൊടുത്തു. ദറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. അതായത് 2 എന്ന് പറയുന്നത് ഇവിടെ രണ്ടിലും കോമൺ ആണ്, ഔട്ട് സൈഡിൽ എടുക്കുന്നു. അതുപോലെ ഡിനോമിനേറ്ററിലും 2 കോമൺ ആണ്, ഔട്ട് സൈഡിൽ എടുക്കുന്നു. രണ്ട് 2 2 ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും കോസ് ടി മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ടി മൈനസ് സൈൻ 2t എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2t പ്ലസ് 1. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടിയിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, എക്സും ടിയിലാണ്, അതുപോലെ വൈയും ടിയിലാണ് തന്നിട്ടുള്ളത്. അപ്പം പാരാമെട്രിക്കലി ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പം ഡി വൈ ബൈ ഡി ടി കാണുന്നു, ഡി എക്സ് ബൈ ഡി ടി കാണുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 2t പ്ലസ് 1 ആണ്. അതവിടെ കൊടുത്തു. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണെങ്കിൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത്, 2t പ്ലസ് 1 ആണ്. ടിയിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പം 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്നല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2t പ്ലസ് 1 ആയതുകൊണ്ട് 1/1 പ്ലസ് 2t പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും, 2t പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ്. 2t പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 2 അല്ലേ. 1ൻ്റെ ഡെറിവേറ്റീവ് 0, അപ്പം ഇൻറ്റു 2 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2t പ്ലസ് 1 ഹോൾ സ്ക്വയറിന് നമ്മൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഈ 1 ഇവിടെ തന്നെ എഴുതുക. 2t പ്ലസ് 1 ഹോൾ സ്ക്വയറിന് ഇവിടെ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമാണ്. അതായത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം 2t ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4t സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 2t ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4t പ്ലസ് ബി സ്ക്വയർ, അതായത് 1 സ്ക്വയർ 1 തന്നെ, പിന്നെ ഈ 2 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടി, പ്ലസ് 4t സ്ക്വയർ പ്ലസ് 4t എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൽ 2 കോമൺ ആണ്, ഔട്ട് സൈഡിൽ എടുക്കുന്നു. ന്യൂമറേറ്റർ ഓൾറെഡി ഇവിടെയുള്ള 2, അപ്പോൾ 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടുന്ന് 2ന് ഔട്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് ഇവിടുന്ന് ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ 2 പ്ലസ് ഇവിടെ 2t എന്ന് വരുന്നു. 2 ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1 എന്ന് ആൻസർ കിട്ടുന്നു.
ദെൻ ഇനി എന്ത് കാണുന്നു, ഡി എക്സ് ബൈ ഡി ടി കാണുന്നു. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ കൊടുത്തു. ഇ റേസ് ടു മൈനസ് എക്സ് നമുക്കറിയാം, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ തന്നെ വരും. പിന്നെ എന്ത് വരും, ഈ മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവും കൂടെ. മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 2t ആണല്ലേ. അപ്പോൾ എന്ത് കിട്ടുന്നു, മൈനസ് 2t ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടുന്നു. ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് കാണുന്നു. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടി നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1/2t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി കിട്ടിയത് മൈനസ് 2t ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ. അതും അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ആണല്ലേ. ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ, അതായത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്താ, ഇ റേസ് ടു ടി സ്ക്വയർ ആവുന്നു. അപ്പം ഈ മൈനസ് ഇ റേസ് ടു, അതായത് 1/, നമുക്കറിയാം 1/, ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് അല്ലേ. അതായത് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പം പ്ലസ് ആവുമല്ലോ ചെയ്യുന്നത്, മൈനസ് ഉള്ളത് പ്ലസ് ആവും, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി സ്ക്വയർ ആവുന്നു ന്യൂമറേറ്ററിലേക്ക് പോയി. അപ്പം ബാക്കിയുള്ള ടേം എന്തൊക്കെയാണ്, 2t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1, പിന്നെ ഇവിടുത്തെ ഈ 2t. അപ്പം എന്ത് ചെയ്യുന്നു, ഈ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2t ഇൻറ്റു 2t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1 എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, find dy by dx when x equal to a into cos t plus sin t, y equal to a into sin t minus t cos t. b equal to, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, x is equal to 3 cos t minus 2 cos cube t, y equal to 3 sin t minus 2 sin cube t. Third question, x is equal to a into t minus sin t, y equal to a into 1 plus cos t. And fourth one, x is equal to a cos cube t, y equal to a sin cube t. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് dy by dx കാണാനാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് നമുക്ക് തന്നിട്ടുള്ളത് എ ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ടി ആൻഡ് വൈ ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ടി മൈനസ് ടി കോസ് ടി ആണ്. നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ ഡി വൈ ബൈ ഡി ടിയും വേണം, അതുപോലെ ഡി വൈ ബൈ ഡി എക്സും വേണം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി, സോറി ഡി എക്സ് ബൈ ഡി ടിയും അതുപോലെ ഡി വൈ ബൈ ഡി ടിയും വേണം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുന്നു. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ്, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കുന്നു. എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ എ എഴുതി. കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി പ്ലസ് സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് ടി. അതുപോലെ ഡി വൈ ബൈ ഡി ടിയും കാണുന്നു. ഡി വൈ ബൈ ഡി ടി, വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എ ഇൻറ്റു സൈൻ ടി മൈനസ് ടി കോസ് ടി ആണ്. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിലെടുത്തു. പിന്നെ സൈൻ ടി മൈനസ് ടി കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു. സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് ടി ആണ്. ടി കോസ് ടി എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, അതായത് ഒരു ഫംഗ്ഷൻ ഇൻറ്റു വേറൊരു ഫംഗ്ഷനാണ് വന്നിട്ട്, ടി ഒരു ഫംഗ്ഷൻ അതുപോലെ കോസ് ടി ഒരു ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ടി ആണ്. അപ്പം ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ടീൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി, ഇവിടുത്തെ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം മൈനസ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവുന്നു, പ്ലസ് ടി സൈൻ ടി, ഇവിടെ മൈനസ് കോസ് ടി. അപ്പം മൈനസ് കോസ് ടിയും പ്ലസ് കോസ് ടിയും ക്യാൻസൽ ചെയ്യുന്നു. ബാക്കിയുള്ളത് എ ടി സൈൻ ടി എന്ന് വരുന്നു. Therefore dy by dx equal to, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് dy by dt ഉം dx by dt, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. dy by dt കിട്ടിയിട്ടുള്ളത് a t sin t ആണ്, അതുപോലെ dx by dt കിട്ടിയിട്ടുള്ളത് a ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് കിട്ടും ടി സൈൻ ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി പ്ലസ് കോസ് ടി എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എക്സ് തന്നിട്ടുള്ളത് 3 cos t minus 2 cos cube t and y equal to 3 sin t minus 2 sin cube t ആണ്. അപ്പം ആദ്യം നമ്മൾ dy by dx കാണണമെങ്കിൽ dx by dt കാണണം, അതുപോലെ dy by dt കാണണം. അപ്പം dx by dt കാണുന്നത് അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 3 ഇൻറ്റു കോസ് ടീൻ്റെ ഡെറിവേറ്റീവ്, 3 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, അപ്പം മൈനസ് 3 സൈൻ ടി വന്നു. പിന്നെ മൈനസ് 2 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസ് ക്യൂബ് ടീൻ്റെ ഡെറിവേറ്റീവ്. നമുക്കറിയാം കോസ് ക്യൂബ് ടി ഇത് ഏത് ഫോമുല ഉള്ളത്, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത് അല്ലേ. കോസിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫോമുല, അതായത് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 3 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് ആണ്, അപ്പോൾ 3 ഇൻറ്റു
എക്സ് സ്ക്വയർ, അതായത് 3 ഇൻറ്റു കോസ് സ്ക്വയർ ടി, പിന്നെ എന്ത് വരും, ഈ കോസ് ടീൻ്റെ ഡെറിവേറ്റീവ്, അതായത് മൈനസ് സൈൻ ടി എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 സൈൻ ടി, പിന്നെ -2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -2ഉം 3യും അതുപോലെ ഇവിടുത്തെ ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കോസ് സ്ക്വയർ ടി സൈൻ ടി എന്ന് വരുന്നു. ദെൻ dy/dt കാണുന്നു. dy/dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/dt ഓഫ് y ഈക്വൽ ടു 3 സൈൻ ടി മൈനസ് 2 സൈൻ ക്യൂബ് ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി, പിന്നെ -2 കോൺസ്റ്റൻറ്റ്, സൈൻ ക്യൂബ് ടീൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും എന്ത് ഫോമുലയാണ്, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫോമുലയാണ്, അതായത് 3x² എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ടി ആണ് എക്സിൻ്റെ സ്ഥാനത്തുള്ളത്. അപ്പം 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഈ സൈൻ ടീൻ്റെ ഡെറിവേറ്റീവും കൂടി വരും, അതായത് കോസ് ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കോസ് ടി മൈനസ് 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ 6, ഇപ്പോൾ -6 സൈൻ സ്ക്വയർ ടി കോസ് ടി എന്ന് വരുന്നു. ദെൻ നമുക്ക് കാണേണ്ടത് dy/dx കാണാം. dy/dtയും dx/dtയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Therefore dy/dx is equal to dy/dt divided by dx/dt, that is equal to 3 cos t minus 6 sin square t cos t divided by -3 sin t plus 6 cos square t sin t എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ നോക്കുവാണെങ്കിൽ cos t കോമൺ ആണ്, 3 cos t കോമൺ ആണ്. അപ്പോൾ 3 cos t അവിടുന്ന് ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പം ബാക്കിയുള്ളത് ഇവിടെ 1 മൈനസ് ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ 3 കോസ് ടി ആണ് ഔട്ട് സൈഡിൽ എടുത്തപ്പം ബാക്കിയുള്ളത് 2 സൈൻ സ്ക്വയർ ടി എന്ന് വരുന്നു. അതുപോലെ ഡിനോമിനേറ്ററിലും 3 സൈൻ ടി കോമൺ ആണ്. അപ്പോൾ 3 സൈൻ ടീനെ ഔട്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് -1, ഇവിടെ ഉള്ളത് 2 കോസ് സ്ക്വയർ ടി എന്ന് വരുന്നു. നമുക്ക് ആൻസർ കിട്ടുന്നു കോസ് ടി ഇൻറ്റു, അതായത് 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ കോസ് ടി ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി ഇൻറ്റു -1 പ്ലസ് 2 കോസ് സ്ക്വയർ ടി എന്ന് കിട്ടുന്നു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് തന്നിട്ടുള്ളത് a ഇൻറ്റു ടി മൈനസ് സൈൻ ടി ആൻഡ് y ഈക്വൽ ടു a ഇൻറ്റു 1 പ്ലസ് കോസ് ടി ആണ് തന്നിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ dx/dt കാണുന്നു, dy/dt കാണുന്നു. ദെൻ അത് ചെയ്യുന്നു dy/dt ഡിവൈഡ് ബൈ dx/dt ചെയ്താൽ dy/dx നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, dx/dt കാണാൻ വേണ്ടി ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് d/dt ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ടി മൈനസ് സൈൻ ടി ആണ്. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ടി മൈനസ് സൈൻ ടിക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ടീൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 1, സൈൻ ടീൻ്റെ ഡിഫറൻസിയേഷൻ കോസ് ടി എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് x/dt എന്ന് പറയുന്നത് a ഇൻറ്റു 1 മൈനസ് കോസ് ടി എന്ന് കിട്ടുന്നു. അതുപോലെ dy/dt കാണുന്നു. dy/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് വൈൻ്റെ വാല്യൂ, y എന്ന് പറയുന്നത് a ഇൻറ്റു 1 പ്ലസ് കോസ് ടി ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 1ൻ്റെത് ഡെറിവേറ്റീവ് 0 ആണ്. കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, അപ്പോൾ -a സൈൻ ടി എന്ന് വരുന്നു. Therefore dy/dx is equal to dy/dt divided by dx/dt. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. dy/dt നമുക്ക് കിട്ടി -a sin t ആൻഡ് dx/dt കിട്ടിയത് a ഇൻറ്റു 1 മൈനസ് കോസ് ടി. അപ്പോൾ a ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും -sin t ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് ടി. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ട്രിഗണോമെട്രിക് ഫോമുലയാണ് sin 2θ എന്ന് പറയുന്നത് 2 sin θ cos θ ആണ്. അപ്പോൾ 2θ ആയപ്പം 2 sin θ കോസ് തീറ്റ ആണ് ട്രിഗണോമെട്രിക് എക്സ്പാൻഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സൈൻ ടി, അതായത് ടി ആകുമ്പോൾ ഇതിൻ്റെ നേരെ പകുതി, 2θ ആകുമ്പോൾ ഇതിൻ്റെ നേരെ പകുതി തീറ്റ വന്നത്. അങ്ങനെയാണെങ്കിൽ സൈൻ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഓൾറെഡി ഉള്ള മൈനസും പിന്നെ 2 സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ 2θ ആയപ്പോഴാണ് തീറ്റ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടി ആകുമ്പോൾ t/2 അതിൻ്റെ നേരെ പകുതി. അപ്പം 2 sin t/2 കോസ് t/2 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ഇങ്ങനൊരു ട്രിഗണോമെട്രിക് എക്സ്പാൻഷൻ കൂടി ഞങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് കോസ് 2θ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. അവിടെ അത് തന്നെയാണ് 2θ ആകുമ്പം ഇവിടെ തീറ്റയായി. അങ്ങനെയാകുമ്പോൾ ഇവിടെ 1 മൈനസ് കോസ് ടി ഉള്ളത്. അപ്പോൾ എന്ത് വരും, 2 സൈൻ സ്ക്വയർ t/2 എന്ന് വരുന്നു. പിന്നെ സൈൻ 2 t/2 അതുപോലെ സൈൻ t/2 ക്യാൻസൽ ചെയ്യുന്നു, 2 ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പം ബാക്കിയുള്ളത് മൈനസ് കോസ് t/2 ഡിവൈഡ് ബൈ സൈൻ t/2. നമുക്കറിയാം കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട് തീറ്റയാണ്. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള മൈനസും. അപ്പോൾ ഇവിടെ t/2 ആയതുകൊണ്ട് കോട്ട് t/2 എന്ന് ആൻസർ കിട്ടുന്നു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് ടി എന്നാണുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാം dx/dt എന്ന് പറയുന്നത് d/dt ഓഫ് എക്സ്, അതായത് എ കോസ് ക്യൂബ് ടി. എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. കോസ് ക്യൂബ് ടി എന്ന് പറയുന്നത് ഫോം എന്ന് പറയുന്നത് x റേസ് ടു n എന്ന് പറഞ്ഞ ഫോമുല, അതായത് x ക്യൂബ് എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അപ്പം 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി എന്ന് വരുന്നു. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നു -3a കോസ് സ്ക്വയർ ടി സൈൻ ടി എന്ന് വരുന്നു. അതുപോലെ dy/dt കാണുന്നു. d/dt ഓഫ് y എന്ന് പറയുന്നത് എ സൈൻ ക്യൂബ് ടി ആണ്. ഇവിടെയും എ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ക്യൂബ് ടീൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടീൻ്റെ ഡെറിവേഷൻ, അതായത് കോസ് ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു 3a സൈൻ സ്ക്വയർ ടി കോസ് ടി എന്ന് കിട്ടുന്നു. Therefore dy/dx ഈക്വൽ ടു
dy/dt ഡിവൈഡഡ് ബൈ dx/dt ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3a ഇൻറ്റു സൈൻ സ്ക്വയർ ടി കോസ് ടി ഡിവൈഡഡ് ബൈ -3a കോസ് സ്ക്വയർ ടി സൈൻ ടി. സൈൻ സ്ക്വയർ ടിയും ഇവിടുത്തെ ഒരു സൈൻ ടീം ഇവിടുത്തെ ഒരു സൈൻ ടീം ക്യാൻസൽ ചെയ്തു. അതുപോലെ കോസ് ടീം ക്യാൻസൽ ചെയ്തു. 3a ക്യാൻസൽ ചെയ്തു. അപ്പം ഇവിടെ ബാക്കിയുള്ളത് സൈൻ ടി ആണ്, ഇവിടെ ബാക്കിയുള്ളത് ഒരു മൈനസ് കോസ് ടി ആണ്. അപ്പം നമുക്കറിയാം സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. ഇവിടെയുള്ള ഓൾറെഡിയുള്ള മൈനസും കൂടി ആകുമ്പോൾ മൈനസ് ടാൻ ടി എന്ന് ആൻസർ കിട്ടുന്നു. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ സ്പീഡിൽ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ബേസിക് എന്ന രീതിയിൽ പറയുന്നത് മാത്രം. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല, പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇനി അടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഇനി മുതലാണ് നമ്മുടെ സിലബസ് തുടങ്ങുന്നത്. സിലബസിൽ ഈ കാര്യം പറയുന്നുണ്ട്, പക്ഷേ എക്സാമിന് ചോദിക്കില്ല എന്ന് തന്നെ പറയുന്നുമുണ്ട്. അപ്പം ഇനി എടുക്കാനുള്ളത് മുതലാണ് നമുക്കുള്ള എക്സാമിന് ചോദിക്കുന്നത് മുതലുള്ളത്. പക്ഷേ ഇത് പഠിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത് അറിയാം, അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.